ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴത്തോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ജോസഫ് അവതക്കുട്ടിച്ചായനെ വിളിക്കുകയാണ്. എനിക്ക് അപ്പനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഇങ്ങോട്ടൊന്ന് പുനലൂർക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കും. എന്താടാ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ലാലിച്ചാന്ന് ചോദിക്കും. എനിക്ക് അപ്പനോടൊരു കാര്യം ആലോചിക്കാൻ വേണ്ടിയാണ്. മറ്റു പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയോ അതോ റോബിച്ചിനെയോ എങ്ങാനും കൂട്ടിക്കൊണ്ട് വരണോ? ആരെയും കൂട്ടിക്കൊണ്ട് വരണ്ട, അപ്പച്ചൻ ഒറ്റയ്ക്ക് വന്നാൽ മതി. എന്താ, ഡ്രൈവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ എന്താ 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി. ശരി, എങ്കിൽ നമുക്കിവിടെ വന്നിട്ട് കാണാമെന്ന് പറയും. അങ്ങനെ ആൻ്റപ്പനെ വിളിച്ചിട്ട് പറയും, എന്താടോ ഞാൻ തന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? അത് കേണൽ സാറേ, ഞാൻ മറ്റേ ഡോഗിന് ഫുഡ് കൊടുക്കാനായിട്ട് പോയാന്ന് പറയും. ശരി എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുക ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവതക്കുട്ടിച്ചായൻ വീട്ടിലോട്ട് വരികയാണ്. പുനലൂർക്ക് വരുന്ന സമയത്ത് ആൻ്റപ്പനും മറ്റേ ആളും കൂടി സംസാരിക്കുകയാണ്. ഇതെന്താ പതിവില്ലാതെ കേണൽ സാറിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ആദ്യം പാലയിൽ നിന്നൊരു ബിസിനസ്സുകാരൻ വന്നു, ഇപ്പം എന്താ പെട്ടെന്ന് അവതക്കുട്ടിച്ചായൻ വന്നു. എന്തോ കാര്യമായ കാര്യമുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കേണൽ സാറ് അവതക്കുട്ടിച്ചായനെ വിളിക്കത്തില്ല. അപ്പോഴത്തേക്ക് കാറ് നടത്തി ചോദിക്കും, എന്താടാ ആൻ്റപ്പ, നിൻ്റെ കേണൽ സാറുണ്ടോ? ഉണ്ട്. ഞാൻ അവൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഇവിടെ അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. 2 ദിവസം മുന്നേ കോട്ടയം പാലയിൽ നിന്നൊരു ബിസിനസ്സുകാരൻ ഇവിടെ വന്നിരുന്നു. അതിനുശേഷം സാറ് വലിയ ടെൻഷനിലാണെന്ന് പറയും. ശരി, എന്നാൽ അതുകൊണ്ട് എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടായിരിക്കും അവനെന്നെ വിളിച്ചത്. എന്തായാലും ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവതക്കുട്ടിച്ചായൻ അകത്തോട്ട് കയറുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ഇങ്ങനെ ഹോളിൽ ഇരിക്കുകയാണ്. ആ സമയത്തേക്കും എന്താടാ ലാലിച്ച, എന്താ നിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? അത് അപ്പച്ച, കുറച്ച് ദിവസം മുമ്പ് എന്നെ കാണാൻ കോട്ടയത്ത് നിന്ന് ആരെങ്കിലും വന്നിരുന്നു. ഒരു ബിസിനസ്സുകാരൻ വന്നിരുന്നു, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നിൻ്റെ അഡ്രസ്സൊക്കെ റോബിച്ചിനൊക്കെ കൊടുത്തതെന്ന് പറയും. എന്താ? അല്ല, അയാളിവിടെ വന്നിരുന്നു. അയാൾ ആരാ? എന്താ നിന്നെ കാണേണ്ട കാര്യം? എനിക്ക് അയാളെ കണ്ടപ്പോൾ തൊട്ടൊരു സംശയം തോന്നിയെന്ന് പറയും. അത് അയാൾ എന്താടാ? അത് എനിക്ക് അപ്പച്ചനോട് പറയാനുള്ള കാര്യം, ഞാൻ മുമ്പ് ആഗ്ര കൺവെൻമെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായെന്നുള്ള കാര്യം അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അറിയാം. അവളുടെ ഭർത്താവാണെന്ന് പറയും. നീ എന്തായി പറയുന്നത്? അതേ അച്ഛാ, വൈജയന്തിയുടെ ഭർത്താവാണ് എന്നെ കാണാൻ വന്ന ബാലചന്ദ്രൻ എന്ന് പറയും. അയാൾ ഇപ്പം നിന്നെ കാണേണ്ട കാര്യം, അതും 10-23 വർഷങ്ങൾക്ക് ശേഷം, അത് അയാൾ എന്നെ കാണേണ്ട ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ടാണ് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് വരാൻ പറഞ്ഞതെന്ന് പറയും. എന്താണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് അയാൾ വന്നത്, ഞാൻ വൈജയന്തിയെ ആഗ്രയിൽ ഉപേക്ഷിക്കുന്ന സമയത്ത് വൈജയന്തി 8 മാസം വയറ്റിണ്ണി ആയിരുന്നു എന്നുള്ള കാര്യം അപ്പച്ചനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു. അത് അമ്മച്ചിക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ടല്ലേ നീ അങ്ങോട്ട് വന്നത്? അതിനുശേഷം നീ ആ കുട്ടിയെ അന്വേഷിച്ച് അവരുടെ നാട്ടിലൊക്കെ പോയിരുന്നു. ഞാൻ അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് നാട്ടിലോട്ട് വന്നത്. അതിനുശേഷം അമ്മച്ചിയുടെ മരണവും മറ്റു കാര്യങ്ങളുമായിട്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ച് ആഗ്രയിലോട്ട് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് അവൾക്ക് സഹായത്തിന് ഒരു മെയ്ഡിനെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാനില്ലാത്ത സമയത്താണ് അവളുടെ സഹോദരന്മാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷേ ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം എനിക്ക് അവളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പരോ, അവളെ 2-3 തവണ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ പിന്നെ കിട്ടിയ വിവരം അവൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് മാത്രമാണെന്ന് പറയും. അന്ന് ആ വിഷയം അവസാനിച്ചാണ്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. നീ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛാ, അന്ന് ഞാൻ വൈജയന്തി ഉപേക്ഷിക്കുന്ന സമയത്ത് ഗർഭിണിയായിരുന്നല്ലോ. ആ സമയത്ത് വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞിനെ. ആ കുഞ്ഞിനെ അവളുടെ വീട്ടുകാർ ഒരു അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു. ആ കുഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ എന്നെ കാണാൻ വന്ന ബാലചന്ദ്രൻ്റെ വീട്ടിൽ ജോലിക്ക് ചെന്നിരുന്നു. അതിനുശേഷം അയാൾ അറിയുന്നത് അത് വൈജയന്തിയുടെ മകളാണെന്നുള്ളത്. അയാൾ എങ്ങനെ അറിഞ്ഞു അത് നിൻ്റെയും വൈജയന്തിയുടെയും മകളാണെന്നുള്ള കാര്യം? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, അയാളൊന്നും പറഞ്ഞില്ല. പക്ഷേ അയാളുടെ വീട്ടിൽ ഇപ്പോൾ സർവൻ്റായിട്ട് എൻ്റെ മോൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ട് അല്ല, ഞാൻ ആ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറയാനായിട്ട് അയാളിവിടെ വന്നതെന്ന് പറയും. നീ എന്തൊക്കെയാണ് സ്റ്റാൻലി ഈ പറയുന്നത്? ഒരാൾ വന്നൊരു കഥ പറയുന്നു, അത് കേട്ടിട്ട് ആ കുട്ടിയെ നീ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പണ്ടത്തെ കണക്കല്ല. പണ്ട് നീ ഒറ്റയായിരുന്നു, ഇന്ന് നിനക്കൊരു കുടുംബമുണ്ട്. നിൻ്റെ കുടുംബം ഇല്ലെന്ന് കരുതി അവരാരും നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടൊന്നുമില്ല. നീ പെട്ടെന്നൊരു പെൺകുട്ടിയെ, അത് നിൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പം സമൂഹത്തിന് മുമ്പ് നീ ആരാവും? നിനക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു പെൺകുട്ടി ജനിച്ച ഒരു മകളെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ കുടുംബജീവിതത്തിന് ശരിയാവത്തില്ല. എന്തായാലും അത് ശരിയാവത്തില്ലെന്ന് പറയും. എനിക്കെന്തോ അയാളെ കണ്ടപ്പോഴത്തൊരു സംശയം തോന്നിയതാണ്. അയാളൊക്കെ വെറും കാട്ടുകള്ളന്മാരായിരിക്കും. അയാൾ പറഞ്ഞു നീ വിശ്വസിക്കല്ലേ ലാലിച്ച എന്ന് പറയും. എന്തോ അയാളെ കണ്ടിട്ട് അങ്ങനെ ഒരു കള്ളത്തരം പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയും. ഇതൊന്നും ശരിയാവത്തില്ല ലാലിച്ച. ഒരാൾ വന്നൊരു കഥ പറയുന്നു, നിനക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു മകൾ ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിയെ നീ ഏറ്റെടുക്കണം. ഇതൊന്നും ശരിയായ കാര്യമല്ല. ഇത്രയും നാളും ആരും ഇല്ലാതെ തന്നെയല്ലേ, അച്ഛനും അമ്മയും ഇല്ലാതെ തന്നെയല്ലേ ആ കുട്ടി വളർന്നു വന്നത് 23 വർഷം. ഇനിയും അതുപോലൊക്കെ തന്നെ ജീവിച്ചോളും. അതിൻ്റെ പേര് നീ
അതിനെ ഏറ്റെടുക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും ശ്രമിക്കേണ്ട ലാലിച്ച, ഞാൻ എൻ്റെ ജീവിത അനുഭവം കൊണ്ട് പറയുന്നതാണ്. അല്ല, അയാൾ പറഞ്ഞേക്കുന്നത് 2 ദിവസത്തിന് വിവരം പറയണമെന്ന്. എന്ത് വിവരം പറയാൻ? നീ പറയണം, എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം, ആലോചനയ്ക്ക് ശേഷമേ ഒരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞങ്ങ് ഒഴിയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പച്ചനോടൊന്ന് ആലോചിച്ചതിന് ശേഷം തീരുമാനം പറയാമെന്നാണ് ഞാൻ ബാലേന്ദ്രനോട് പറഞ്ഞത്. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് നമ്മുടെ ആദക്കുട്ടിച്ചായൻ ആ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ബാലേന്ദ്രനെ സ്റ്റാൻലി ഫോൺ വിളിക്കുന്നുണ്ട്. സ്റ്റാൻലി ഫോൺ വിളിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ എടുക്കുന്നുണ്ട്. എന്താ സ്റ്റാൻലി, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ചോ എന്ന് ചോദിക്കും. അത് ബാലേന്ദ്രൻ, എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ കഴിയില്ല. എനിക്ക് ഇപ്പം തൽക്കാലം അലീനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് തന്നെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലേന്ദ്രൻ പറയും, അപ്പോൾ സ്വന്തം അച്ഛന് സ്വന്തം മകളെ വേണ്ട ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി പറയും, മിസ്റ്റർ ബാലേന്ദ്രൻ, ഞാൻ നിങ്ങളോട് വളരെ മര്യാദയ്ക്കാണ് സംസാരിച്ചത്. നിങ്ങളിൽ നിന്നും ആ ഒരു മര്യാദ ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുമെന്ന് പറയും. എന്ത് മര്യാദയാണ് മിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? വിവാഹത്തിന് മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ സംഭാവന ചെയ്ത നിങ്ങളോട് ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് സ്റ്റാൻലിയോട് തിരിച്ചു ചോദിക്കുന്നു. ആ സമയത്ത് സ്റ്റാൻലിക്ക് പറയാൻ മറുപടിയൊന്നുമില്ല. അങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ നിശബ്ദനായി നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.